കേശവ, ഇങ്ങോട്ട് വരിക. താമ്പൂലം. ആ, ഇവിടെ ഉണ്ടോ? എവിടെ നിൽക്കുക? രാജമുഖി മൃഗരാജകഠി ഗജരാജിതം മന്ദഗതി യദസേ നാരീ ഹൃദയേ വസതി ജപഗ്വത. ആ കഥ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചാലേ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എന്താ കഥ? കേശവ, നിനക്കറിയോ, നമ്മൾ കഴിഞ്ഞ വർഷം അമ്പലപ്പുഴ പോയ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ അമ്പലപ്പുഴ കൃഷ്ണനെ തൊഴാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുളിച്ച് ഈടനായിട്ട് ഭഗവാനെ ഒന്ന് തൊഴാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ അർദ്ധനഗ്നമായിട്ട് ഒരു സുന്ദരി വന്നത് ഓർമ്മയുണ്ടോ എന്നൊക്കെ? ഒരു വാരിസ്യ പെണ്ണ്. അവള് കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കോരിക്കൊണ്ട് വന്നു. മേലെ വന്നു, അവളെ കയ്യിൽ നിന്ന് കുടം ഒന്ന് വീണു. ഏകപട ത്രിപട ത്രിതി പഞ്ചപട ദഗുണം ഡിഗുണം തദ്വത്ഥാനപട. നിനക്ക് അന്ന് അതിൻ്റെ പൊരുള് മനസ്സിലായോ? നിനക്ക് ഏകപട എന്ന് പറഞ്ഞാൽ ഒരു പടിയിൽ ത്രിതി പഞ്ചപട, ദീപട രണ്ടാമത്തെ പടിയിൽ, ത്രിതി പഞ്ചപട അഞ്ചാമത്തെ പടിയിൽ വീണു. ഡഗുണം ഡിഗുണം. ഡഗുണം എന്ന് പറഞ്ഞാലേ വശങ്ങളിലേക്ക് അങ്ങടും ഇങ്ങടും ഒക്കെ എല്ലാം അടിച്ചിട്ട് അധ്വാനപട. അത് വെള്ളത്തിലേക്ക് തന്നെ ആ കുടം അങ്ങോട്ട് പോയി. അപ്പോൾ വീണ്ടും നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോയപ്പോൾ ഹായ്, എന്താ കഥ? അർദ്ധനഗ്നമായിട്ട് നിന്നിട്ട് പെൺപിള്ളാരെ, അതായത് തരുണീ മണികളെ കുളിക്കണു. എന്താ കഥ? അരാളവൾ തന്നധരം പേയം, അരാളവൾ തൻ അധരം പേയം. കേശവ, അമ്മ ഇതൊക്കെ ഓർക്കുമ്പോൾ എന്താണില്ലാത്തൊരു സന്തോഷവും ആ പോയ കാലത്തിൻ്റെ ഒരു വൈക്ലഭ്യമൊക്കെ ഉണ്ടേ.